നമസ്കാരം. ഭരണി നക്ഷത്രക്കാർക്ക് 2025 നല്ലൊരു കാലം തന്നെയാണ്. നക്ഷത്രനാഥനായ ശുക്രൻ്റെ ഉച്ചസ്ഥിതിയും രാശിനാഥനായ ചൊവ്വയുടെ അനുകൂല സ്ഥിതിയും ശനി വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവ സഞ്ചാരവും നിങ്ങൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് ആദ്യത്തെ 6 മാസം നല്ലത് മാത്രമേ ഭവിക്കുള്ളൂ. നല്ലത് എന്ന് ഉദ്ദേശിച്ചത് നേട്ടങ്ങളും കാര്യവിജയവും മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നായിരിക്കും. അതിൽ തുടക്കത്തിൽ ഇപ്പോൾ നിങ്ങളൊരു കാര്യത്തിൽ ഇറങ്ങി അതിൽ കാര്യം വിജയം ആദ്യം തന്നെ കിട്ടണമെന്നില്ല. അത് ഒന്നിൽ ചിലപ്പോൾ പഴക്കിയായിരിക്കും, പക്ഷെ ഒരിക്കലും നിങ്ങൾ ആ ഒന്നിൽ നിർത്തരുത്. അടുത്തത് എന്തായാലും നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ പറ്റും. അതാണ് ഇതിൽ പ്രത്യേകത. അതുപോലെ വിദ്യാഭ്യാസ രംഗം കൊടുക്കുകയാണെങ്കിൽ അതിലെന്തായാലും നിങ്ങൾ എല്ലാത്തിലും വിജയിക്കുക തന്നെ ചെയ്യും. പരാജയപ്പെടുന്നുള്ളൊരു ടെൻഷനേ വേണ്ട. പക്ഷെ അതിൽ നിങ്ങൾ പങ്കെടുക്കാണ്ടിരുന്നാൽ എന്തായാലും പരാജയപ്പെടും. പക്ഷെ പങ്കെടുത്ത് നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം ചെയ്താൽ വേറൊരു അനുകൂല തടസ്സവും നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങളതിൽ വിജയിക്കുക തന്നെ ചെയ്യും. അതുപോലെ ദാമ്പത്യ ജീവിതം ഇപ്പോൾ നന്നായിട്ട് നടക്കാത്തവരും കല്യാണം കഴിയാത്തവരുണ്ടെങ്കിലും അവരുടെ എല്ലാം കല്യാണം എന്തായാലും ഈ വർഷത്തിൽ നിങ്ങൾക്ക് നടക്കാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും നടക്കും. നിങ്ങളൊരു ഉദ്യോഗത്തിൽ ഇരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള വല്ല ജോലിയെ ചെയ്യണമെങ്കിലോ ജോലി ഇല്ലാത്തവരാണെങ്കിലോ നിങ്ങൾ ഏത് മേഖലയിലാണോ ആ മേഖലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവാണ് കാഴ്ചവെക്കാൻ പറ്റുന്നത്. അതിലൂടെ നിങ്ങൾ വിചാരിക്കാത്തത്ര ഉയരത്തിലേക്ക് നിങ്ങൾ പോകും. അത് കൂടുതലും കായിക മേഖലയിലുള്ളവർക്കാണ് അനുകൂലമായിട്ടിരിക്കുന്നത്. കാരണം അവരെന്ത് ചെയ്തോ അതൊക്കെ പൊന്നാവും. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. മാർച്ച് മാസത്തിൽ ശനിയുടെ മീനരാശി പ്രവേശനം മൂലം ഭരണി നക്ഷത്രക്കാർക്കും 7.5 ശനി ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ വർഷം അങ്ങോട്ട് അവർക്കെല്ലാം ബുധദശയായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 6 മാസത്തിന് ശേഷം കയറ്റിറക്കങ്ങൾ വളരെ കൂടുതലായിരിക്കും. ജൂൺ മാസത്തിന് ശേഷം നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വലിയ മുതൽ മുടക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ബിസിനസ്സിൽ ജൂൺ മാസത്തിന് ശേഷം എന്തായാലും ഒരു ഡൗൺ ഉണ്ടാവും, പക്ഷെ ഉയർച്ചയുണ്ടാവും. വീണ്ടും ഒരു താഴ്ചയുണ്ടാവും, ഉയർച്ചയുണ്ടാവും. അങ്ങനെ ഡിസംബർ വരെയും ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുക. അതുകൊണ്ട് വലിയ മുതൽ മുടക്ക് വേണ്ട. അത് ചിലപ്പം വൻ നഷ്ടത്തിലേക്ക് തന്നെ പോകും. അത് കയറാൻ ബുദ്ധിമുട്ടാവും, കടം വാങ്ങേണ്ടി വരും, കടക്കണിയാവും. അത് 2026 മെയ് മാസം വരെ നിങ്ങൾക്കത് പ്രതിഫലിക്കും. അപ്പോൾ അത്രയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് സമ്മർദ്ദത്തിൽ താഴുക തന്നെ ചെയ്യും. അതുപോലെ നിങ്ങളൊരു മെയ് മാസത്തിൽ ഒരു ജോലി റെസിഗ്നേഷൻ എഴുതിയിട്ട് വെളിയിൽ പോവുകയാണെന്ന് വെച്ചോളൂ. അതിനിപ്പം മുതലാണ്ടിരിക്കുകയാണ് നല്ലത്. പുതിയൊരു ജോലി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ജോലി നോക്കുകയാണെങ്കിൽ. അല്ലാണ്ട് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും ചെറിയ മുതൽ മുടക്കിലേ തുടങ്ങാൻ പാടുള്ളൂ. കാരണം നിങ്ങളുടെ കസ്റ്റമർ നിങ്ങൾ പറഞ്ഞു വെച്ച് ഷുവർ ഷോട്ടായിട്ടുള്ള ഓക്കെ കസ്റ്റമേഴ്സ് ചിലപ്പോൾ ആ സമയത്ത് അവർ പിൻവാങ്ങാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ വലിയ മുതൽ മുടക്കിൽ ബിസിനസ് തുടങ്ങരുത്. ഏറ്റവും ചെറിയ മുതൽ മുടക്കിൽ മാത്രം തുടങ്ങാൻ ശ്രമിക്കുക. ജൂൺ മാസത്തിൽ കഴിവതും ഒന്നും ചെയ്യാണ്ട് ഇരിക്കുകയാണ് കൂടുതലും നല്ലത്. വേറെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അതിനൊക്കെ തരണം ചെയ്യാൻ ഉള്ള ജോലി നിങ്ങൾ പിടിച്ചു നിർത്തുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം. അതുപോലെ വിവാഹിതർക്ക് കുറച്ച് പൊരുത്തക്കേടുകൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതിൽ പരസ്പരം മനസ്സിലാക്കിയിട്ട് ഒരു ധാരണയിൽ മുന്നോട്ട് പോവുകയാണ് നല്ലത്. നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിലും അതൊരു ടോക്സിക് ആയിട്ട് മാറാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ടോക്സിസിറ്റി പരസ്പരം സംസാരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക തന്നെയാണ് നല്ലത്. അത് മുന്നോട്ട് കൊണ്ടുപോകും തോറും അത് 2026 വിഷു കാലം വരെയും നിങ്ങൾക്കത് പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഒരു വർഷത്തിലെ കാര്യമായതും കൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത്. അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ മാസഫലം പറയുന്നതാണ്. അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു
ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല. ഞാൻ കുറേ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത്. അതുപോലെ എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു. അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെ എന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി. പിന്നെ കൂടുതൽ ഡീറ്റെയിലിംഗ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്.